നമുക്ക് ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു സ്വലാത്ത് പറഞ്ഞു തരാം. ഒരു സ്വലാത്ത് ബദരീങ്ങളോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദരിഹി വസല്ലിം. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദരിഹി വസല്ലിം എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദരിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وأصحاب بدره وسلم. അല്ലാഹുവേ, മുത്തായ റസൂലിന് അവിടുത്തെ കുടുംബത്തിന് ആ മുത്തു റസൂലിന്റെ കൂടെ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളുണ്ടല്ലോ, മുത്തു റസൂലിന്റെ ബദരീങ്ങളായ സ്വഹാബിമാരുണ്ടല്ലോ, അവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദരിഹി വസല്ലം. അപ്പൊ ഈ പുണ്യമുള്ള ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക. ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കണം അല്ലെ? ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കുന്നത് പ്രവാചകന്മാരാ, അതിനുശേഷം സ്വഹാബിമാരാ. സ്വഹാബിമാരിൽ ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കും 1,00,000-ൽ പരം വരുന്ന സ്വഹാബിമാരുണ്ടെന്നാണ്. 1,00,000-ൽ പരം വരുന്ന സ്വഹാബിമാർ. ആ 1,00,000-ഓളം ആളുകളിൽ ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കുന്ന 313 സ്വഹാബിമാർ, അവരോടൊപ്പം നമുക്കും സ്വർഗ്ഗത്തിൽ കടക്കാം. അതിനെ സ്വലാത്ത് നമുക്ക് പതിവാക്കാം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദരിഹി വസല്ലിം. അല്ലാഹു തആല ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.